ദ മോസ്റ്റ് ഡേഞ്ചറസ് ഉച്ചിഹ എന്ന് മുദ്ര കുത്താൻ പറ്റത്തില്ലെങ്കിലും ദ മോസ്റ്റ് പ്യൂറസ്റ്റ് ഫോം ഓഫ് ആൻ ഉച്ചിഹ എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര വ്യക്തി. കൂട്ടക്കൊലയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കും മുമ്പ് സമാധാനം തിരഞ്ഞെടുത്ത ആ ഒരു ഉച്ചിഹയുടെ കഥയാണിത്. വേഗതയെ അത്ഭുതമാക്കി മാറ്റിയ, നോട്ടം കൊണ്ട് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്ന, മനസ്സുകളെ കീഴടക്കാതെ അതിനെ നിയന്ത്രിച്ച നാരുട്ടോ ഡേറ്റ ബുക്കിൽ ദ മോസ്റ്റ് ഡേഞ്ചറസ് ഗെൻജുറ്റ്സു എവർ ബോൺ എന്ന അടിവരയിട്ട് പറയുന്ന, യുദ്ധത്തിൽ തന്നെ കെട്ടിപ്പടുത്ത ഒരു വംശത്തിൽ പിറന്ന സമാധാനം തിരഞ്ഞെടുത്ത ഷിനോബി. അവന്റെ കണ്ണുകളെ ഭയന്ന് അവന്റെ ഭാവി അപഹരിച്ചപ്പോൾ അവർ അവന്റെ ചരിത്രം തന്നെ മായ്ക്കുവാൻ ശ്രമിച്ചു. അതെ, വിജ്ഞാനവും അനുഭൂതിയും സംയോജിപ്പിച്ച ദ ബോഡി ഫ്ലിക്കർ എന്ന അഭരനാമമുള്ള സാക്ഷാൽ ഷിസുയി ഉച്ചിഹ. ഓക്കെ ഫൈൻ, ദ കംപ്ലീറ്റ് ലൈഫ് സ്റ്റോറി ഓഫ് ഷിസുയി ഉച്ചിഹ. നമുക്കറിയാം, നാറൂട്ടോ സീരീസിലെ ഏറ്റവും കുറഞ്ഞ സ്ക്രീൻ ടൈമിൽ ഒരു വൻ ഫാൻ ബേസിനെ ഉണ്ടാക്കിയ ചുരുക്കം ചില ക്യാരക്ടേഴ്സിൽ ഒരാൾ തന്നെയാണ്, അല്ലെങ്കിൽ മുൻനിരയിൽ തന്നെയാണ് ഈ പറയുന്ന ഷിസുയി. ഷിസുയിക്ക് പകരം വെക്കാനായിട്ട് കക്കാഷിയുടെ പിതാവ് മാത്രമേ, അതായത് സാക്കുമോ ഹട്ടാക്കെ മാത്രമേ നാറൂട്ടോ വേഴ്സിൽ ഇദ്ദേഹത്തിന് ഒരു ലോ സ്ക്രീൻ ടൈം മോർ ഫാൻ ബേസ് റൈവലായിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. ഷിസുയി ഉച്ചിഹ, ദ ടെലിപ്പോർട്ടർ, ദ പീസ് മേക്കർ, ദ മോസ്റ്റ് ട്രാജിക് ഉച്ചിഹ, ഷിസുയി ദ ബോഡി ഫ്ലിക്കർ. അങ്ങനെ കുറെ അപരനാമങ്ങൾ ഷിസുയി ഉച്ചിഹയ്ക്കുണ്ട്. ആദ്യം തന്നെ ഉച്ചിഹയുടെ ഒറിജിൻ പറയാം. ബോൺ ഇൻ ടു എ കേഴ്സ്ഡ് ക്ലാൻ. യെസ്, ഫുൾ നെയിം ഉച്ചിഹ ഷിസുയി. ക്ലാൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഉച്ചിഹ വംശം. ഇന്ദ്ര മുതൽ മാതൃ വരെയുള്ള യുദ്ധ യമധർമ്മ ദേവന്മാരുടെ ആ ഒരു വംശ പരമ്പരയിൽ തന്നെയാണ് ഷിസുയും ജനിച്ചത്. വില്ലേജ് ഓഫ് കോഴ്സ് കൊണോഹ തന്നെ, ഹിഡൻലി വില്ലേജ്. എറ എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് തേർഡ് ഷിനോബി വേൾഡ് വാർ ആണ്. തേർഡ് ഷിനോബി വേൾഡ് വാർ കഴിഞ്ഞുള്ള ആ ഒരു സമയം. റാങ്ക് എന്ന് നാറൂട്ടോ ഡേറ്റ ബുക്കിൽ കൊടുത്തിരിക്കുന്നത് വെരി യങ് ഏജിൽ തന്നെ ജോനീൻ ആയിരുന്നെന്നാണ്. സോ ഷിസു എന്ന് പറയുന്നത് ഉച്ചിഹ ക്ലാനിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ട്രസ്റ്റ് ഒന്നും ഇല്ലാതിരുന്നത്. അതായത് ഉച്ചിഹാനെ ഇവിടെ കൂട്ടണം, വേണ്ട ഒരു പണിയോ, അങ്ങനത്തെ ഒരു ടൈമിലാണ് ഈ ഷിസുയ ജനിക്കുന്നത് തന്നെ എന്ന് പറയാൻ. സോ അത് കാലാന്തരത്തിലാണ് അത് കഴിഞ്ഞിട്ടുള്ള 9 ടൈൽസ് അറ്റാക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചിഹാസിനെ വെരി പൊളിറ്റിക്കലി നല്ല രീതിയിൽ മാറ്റി നിർത്തുക, ഐസൊലേറ്റ് ചെയ്യുക വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഇങ്ങനെ സർവൈലൻസിലായിരിക്കും. ഉച്ചിഹയ്ക്ക് മണ്ടാൽ ഒരു കണ്ണ് വേണം കേട്ടോ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്വയറ്റ്ലി ബ്ലെയിം ചെയ്തു, പബ്ലിക്കലി ആരും ഒന്നും പറഞ്ഞില്ലാതാനും. ബാക്കിയുള്ള വംശത്തിലുള്ള എല്ലാ ഉച്ചിഹാസിനും തങ്ങളെ വേറൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഹെയ്റ്റാണ് ഉണ്ടായതെങ്കിൽ ഷിസുയ ആ ഒരു ഹെയ്റ്റിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡിൽ തന്നെ കാണാവുന്നതാണ്. ഒരു ചൈൽഡ് പ്രതിഭാസം തന്നെയായിരുന്നു, ഒരു നാച്ചുറൽ പ്രതിഭാസമായിരുന്നു ഷിസുയെ. നാറൂട്ടോ ഡേറ്റ ബുക്ക് അനുസരിച്ച് അക്കാഡമിയിൽ നിന്ന് വെരി ഏർലി എന്നാണ് പറയുന്നത്. ജൊനീൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി യങ് ആയപ്പോൾ തന്നെയായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അന്ന് തൊട്ട് കുഞ്ഞുനാളിൽ തൊട്ട് നോൺ ആയിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ യുണീക്ക് കഴിവായിട്ടുള്ള സ്പീഡ് റൈവലിംഗ് ദ യെല്ലോ ഫ്ലാഷ് എന്ന് പറയുന്ന ആ ഒരു സാധനമായിരുന്നു. യെസ്, നമ്മുടെ ഫോർത്ത് ഹൊക്കാഗെ ആയിട്ടുള്ള സാക്ഷാൽ മിനാട്ടോ നാമിക്കാസയുടെ ആ ഒരു സ്പീഡിനെ റൈവല് ചെയ്യാൻ പറ്റുന്ന ഒരു ഉച്ചിഹ വംശത്തിലെ ആളായിട്ടാണ് എല്ലാവരും ഷിസുയിനെ കണ്ടത്. അതിൽ ഷിസുയി ആകട്ടെ ഒരു അഹങ്കാരമില്ല, ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഇല്ല, ഒരു ആഗ്രഹവുമില്ല, ഒരു ഹങ്ങർ ഫോർ പവർ ഒന്നുമില്ല. അവൻ ക്വയറ്റായിരുന്നു. അവൻ്റെ ശക്തി ക്വയറ്റായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ പേഴ്സണാലിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ആൻറ്റി ഉച്ചിഹ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കാമാണ്, ഹമ്പിളാണ്, ഡീപ്ലി ഭയങ്കരമായിട്ട് ഇമോഷണലി ചിന്തിച്ചിട്ട് ഒരു സ്നേഹവും സമാധാനത്തിന് വേണ്ടി തേടുന്ന ഒരാളാണ്. യെസ്, അൺലൈക്ക് ദി കംപ്ലീറ്റ് ആൻറ്റി ഉച്ചിഹ. ഒരു ഉച്ചിഹ എങ്ങനെ ആയിരിക്കരുതോ അതേപോലെ ആയിരുന്നു ഷിസുയി എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അത് അദ്ദേഹം പലതരത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഒരു ക്ലാൻ അല്ലെങ്കിൽ ഒരു ഷിനോബി എക്സിസ്റ്റ് ചെയ്യുന്നത് പീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ പ്രൈഡിന് വേണ്ടി അല്ലാന്ന്. ഇതേ റീസണൊക്കെ കൊണ്ട് തന്നെ ഉച്ചിഹ ക്ലാൻ എൽഡേഴ്സും ഒക്കെ ആയിട്ട് ഷിസുയി നല്ല രീതിയിലൊന്നും അല്ല അത്ര പൊയ്ക്കൊണ്ടിരുന്നത്. ഇവരുടെ ആ ഒരു ഐഡിയോളജിക്ക് കംപ്ലീറ്റ്ലി എതിരാണല്ലോ ഷിസുയി. എന്നാൽ ഇദ്ദേഹത്തിനെ മനസ്സിലാക്കിയ ഒരാളുണ്ടായിരുന്നു, ഒരു ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം, ബ്രദേഴ്സ് ഓഫ് ഐഡിയോളജി എന്ന് വേണമെങ്കിൽ പറയാം. മെന്റർ ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സാക്ഷാൽ ഇറ്റാച്ചി ഉച്ചിഹ.
നമുക്കറിയാം ഇറ്റാച്ചിയുടെ ബാക്ക് സ്റ്റോറി പറയുമ്പോഴാണ് ഷിസൂയിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സോ ആ ടൈമിൽ ഇറ്റാച്ചിയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ടായിട്ട് കാണിക്കുന്നത് ഷിസൂയിനെയാണ്. ഒരു മോറൽ ഗൈഡും ഫിലോസഫിക്കൽ ആങ്കറുമായിട്ട് ഷിസൂയി ഇറ്റാച്ചിനെ വെച്ച് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇറ്റാച്ചിനെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഷിസൂയിയാണ്. ഒരു വില്ലേജാണ് നമുക്ക് ക്ലാനിനേക്കാളും ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത്, അല്ലാതെ നമ്മുടെ വംശമല്ല, മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഗുഡാണ് നമ്മൾ നോക്കേണ്ടത്. സമാധാനമാണ്, ത്യാഗത്തിലൂടെയുള്ള സമാധാനം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇമോഷണലി നമ്മൾ നല്ല റിസ്ട്രെയിൻറ്റ് ആയിരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത്. ആ ഒരു മോറൽ ഐഡിയ ഇറ്റാച്ചിക്ക് കൊടുക്കുന്നത് ഷിസൂയി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പാസിഫിസ്റ്റ് ഐഡിയോളജിയും ഒരു സ്ട്രാറ്റജിക് തിങ്കിങ്ങും ഉണ്ടായിരുന്നു. അതായത് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇറ്റാച്ചി ഷിസൂയി ഇല്ലായിരുന്നെങ്കിൽ ഇല്ല. സാധാരണ ഉച്ചിഹാസിനെ പോലെ തന്നെ മാംഗെഗ്യോ ഷരിങ്കനും ഷിസൂയിക്കും ഉണ്ടായിരുന്നു. അതായത് ഷരിങ്കൻ എവോൾവായി മാംഗെഗ്യോ ഷരിങ്കൻ ആവുന്ന ഒരു സമയമുണ്ടല്ലോ. യെസ്, നമുക്കറിയാം നറൂട്ടോ ആനിമയിൽ ആഫ്റ്റർ വിറ്റ്നസിങ് എ ഡെത്ത് ഓഫ് സമ്മൺ പ്രഷ്യസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതോ ഭയങ്കരമായിട്ട് പ്രഷ്യസ് ആയിട്ടിരുന്ന ആളുടെ മരണം. അത് കാനോണിക് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ആ ഒരു മംഗയിലോ അല്ലെങ്കിൽ അനിമയിലോ കൊടുക്കുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം അവേക്കൻ ചെയ്തതെന്ന് മാത്രം പറയുന്നുണ്ട്, അത് നേരിൽ കണ്ടതിൻ്റെ ഒരു രീതിയിൽ. സോ അതുകൊണ്ട് തന്നെ അൺലൈക്ക് അതേഴ്സ് നമുക്ക് എടുത്തു പറയേണ്ടത് മാംഗെഗ്യോ ഷരിങ്കൻ അവേക്കൺ ചെയ്തെങ്കിലും ഒരു റേജോ അല്ലെങ്കിൽ റേജിനെ അല്ലെങ്കിൽ ദേഷ്യത്തിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉഗ്രമൂർത്തിയായിട്ടൊന്നും ഷിസൂയി മാറിയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പവർ ആയിരുന്നല്ലോ കോട്ടോവ അമറ്റ്സുകാമി എന്ന് പറയുന്ന ദ സ്ട്രോങ്ങസ്റ്റ് ഗെൻജിറ്റ്സു എവർ എന്ന അടിവരയിട്ടാണ് ഡേറ്റ ബുക്ക് പറയുന്ന ആ ഒരു എബിലിറ്റി. യെസ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഗെൻജിറ്റ്സു ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു സബ്റ്റിൽ മൈൻഡ് കൺട്രോൾ ഗെൻജിറ്റ്സു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഗെൻജുറ്റ്സുവിൽ അകപ്പെട്ട ഒരാൾക്ക് ഞാൻ ഗെൻജുറ്റ്സുവിലാണെന്ന് മനസ്സിലാകുന്ന ഒരു പോയിന്റ് വരും. പക്ഷേ ഈ കോട്ടോ അമറ്റ്സുകാമി എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ അകത്തുണ്ടല്ലോ, ആ സാധനം ഇല്ല. അത് റിയലൈസ് ചെയ്യത്തില്ല. ടാർഗറ്റിനെ റിയലൈസ് ചെയ്യാതെ അവരുടെ തോട്ട്സിനെ നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഇതിന് സത്യം പറഞ്ഞാൽ ഒരു നേരിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോ വിഷ്വൽ ഡിസ്റ്റോർഷൻ, ഒരു ചക്ര സർജ് ഡിറ്റക്ഷനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു തരത്തിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന വിക്ടിമിനെ ബിലീവ് ചെയ്യിപ്പിക്കുവാണ് നമ്മൾ. അവരുടെ ഐഡിയ തന്നെയാണ് ഇതെന്നുള്ളത്. എൻ്റെ രീതിയിലല്ല നീ വർക്ക് ചെയ്യുന്നത്, നിൻ്റെ രീതിയിൽ തന്നെയാണെന്ന്. സോ ഗെൻജിറ്റ്സുവിൻ്റെ ഒക്കെ ഏറ്റവും ഡെഡ്ലി വേർഷനാണിത്. ഈ ഒരു ടെക്നിക്കിനെ ഉച്ചിഹാസ് പോലും ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഡാൻസോ ഇത് കട്ടെടുക്കാൻ നോക്കിയത്. നമുക്ക് സ്റ്റോറി വൈസിൽ അറിയാം, ഉച്ചിഹാസ് ആ ഒരു വില്ലേജിനെതിരെ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടപ്പം ഷിസൂയി കോട്ടോ അമറ്റ്സുകാമി ഫുഗാക്കുവിൽ പ്രയോഗിച്ച് ഒരു സാധനം അവിടെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ഷെഡോ, അവിടെ ഒരു രക്തം ചൊരിയാതെ ഇതൊന്നും തീരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ആ ടൈമിൽ നമ്മുടെ ഡാൻസോ ഇടപെട്ട് അവൻ്റെ കണ്ണു അടിച്ച് മാറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. യെസ്, ഡാൻസോ ഷിമറാൻ്റെ ആ ഒരു ബിട്രയൽ, ഷിസൂയിയുടെ വലത്തെ കണ്ണിൻ്റെ പവർ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ വലത്തെ കണ്ണ് അപഹരിക്കുന്നുണ്ട് നമ്മുടെ ഡാൻസോ. കോട്ടോ അമറ്റ്സുകാമി എന്ന് പറയുന്ന ആ ഒരു ഡെഡ്ലി പവർ അവന് തന്നെ വേണമെന്നുള്ള ഒരു ഗ്രീഡായിരുന്നു ഡാൻസോയ്ക്ക് അന്നും ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്കറിയാം ആ ഒരു കണ്ണ് പോയി കഴിഞ്ഞ് ഹാഫ് ഓഫ് ഹിസ് പവർ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോ ആയി പോവുകയാണ് ചെയ്തത്. ആ ഒരു പീസ്ഫുൾ ഓപ്ഷൻ അവൻ്റെ പവർ പോയതിലല്ല, താൻ ഇത് വെച്ച് നല്ലൊരു രീതിയിൽ പീസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാമെന്നുള്ളവരുടെ ആ ഒരു ഐഡിയോളജി പോയതിലാണ് ഷിസൂയിക്ക് വീണ്ടും വിഷമമായത്. പിന്നെ നമുക്കറിയാം ദ അൾട്ടിമേറ്റ് സാക്രിഫൈസ്, ഷിസൂയിയുടെ മരണം. എന്തിനാണ് മരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിസൂയിക്ക് തന്നെ മനസ്സിലായി, എൻ്റെ സർവൈവൽ ഇറ്റാച്ചിക്കും കൂടെ എൻഡേഞ്ചർമെൻറ്റ് അല്ലെങ്കിൽ അവനും കൂടെ ഡേഞ്ചർ ആകും. അതുപോലെ തന്നെ ഇവൻ്റെ രണ്ടാമത്തെ കണ്ണും അവർക്ക് വേണം. എന്നെ കണക്കെ കാണിച്ചാൽ ഈ ക്ലാൻ കോൺഫ്ലിക്റ്റ് മാറത്തില്ലെന്നുള്ള ഒരു മൈൻഡും കൂടെ വന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ലെഫ്റ്റ് ഐ ഇറ്റാച്ചിക്ക് കൊടുത്തു. അവന് നല്ല വിശ്വാസമായിരുന്നല്ലോ, വില്ലേജിൻ്റെ ഫ്യൂച്ചർ നീ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാക്ക റിവറിലേക്ക് ചാടുകയാണ് ഈ പറയുന്ന ഷിസൂയി. സോ ഇതൊരു സൂയിസൈഡ് രീതിയിൽ ആക്കിയത് കൊണ്ട് തന്നെ ഇറ്റാച്ചി അതിൽ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ അവനെ കുറ്റം പറഞ്ഞു കയറ്റിക്കൊണ്ട് പോയേനെ. അതേപോലെ തന്നെ അവൻ്റെ കണ്ണും കറക്റ്റായിട്ട് ആളുടെ അടുത്ത് തന്നെ എത്തിച്ചേർന്നു. എന്നിരുന്നാലും ഷിസൂയി ബാക്കിയുള്ള പേര് കേട്ട ഉച്ചിഹാസിനെ പോലെ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്ന ആളല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവഞ്ച്വലി എല്ലാവർക്കും എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ മാതൃക്കാണ് കോപമുണ്ടായിരുന്നു, ഒബീറ്റോയ്ക്ക് ഒരു നിരാശയായിരുന്നു, സാസ്കയ്ക്ക് പ്രതികാരത്തിനായിരുന്നു, ഇറ്റാച്ചിക്ക് ഒരു സങ്കടമായിരുന്നു. എന്നിരുന്നാലും ഷിസൂയി മരിച്ചത് കാമും അവൻ്റെ തന്നെ തീരുമാനപ്രകാരവും സന്തോഷപൂർണവുമായിട്ടാണ്. ഇനി ഷിസൂയുടെ ഫുൾ പവർ സ്കെയിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ അറിയാലോ, ഷാരിംഗൻ മാസ്റ്ററി, അതിൽ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് ഗെൻജിറ്റ്സു കാസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻറ്റി ഗെൻജിറ്റ്സു റെസിസ്റ്റൻസും ഷിസൂയിക്കുണ്ട്. പിന്നെ ബോഡി ഫ്ലിക്കർ ടെക്നിക്ക് അറിയാലോ, സിഗ്നേച്ചർ സാധനം. ടെലിപ്പോർട്ടേഷൻ പോലെ തന്നെ തോന്നിക്കും, പക്ഷേ ടെലിപ്പോർട്ടേഷൻ അല്ല. നറൂട്ടോ ഡേറ്റ ബുക്ക് അനുസരിച്ച് മോസ്റ്റ് താഗെ ലെവൽ ഷിനോബിനെ കാണും ഫാസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് ഷിസൂയി ഓഫ് ദ ബോഡി ഫ്ലിക്കർ എന്ന് പറയുന്ന നിക്ക് നെയിം കിട്ടിയത്. ഇൻ്റലിജൻറ്റ് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹൈ ടാക്റ്റിക്കലി ഐക്യമുണ്ട്, അതേപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവറുമായിരുന്നു ഈ പറയുന്ന നമ്മുടെ ഷിസൂയി. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് കോഴ്സ് ഉച്ചിഹയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഫയർ സ്റ്റൈൽ തന്നെയായിരുന്നു. അതിലും അഡ്വാൻസ്ഡ് ആയിരുന്നു. ലാർജ് സ്കെയിൽ ടെക്നിക്സ് ഡേറ്റാ ബുക്കിലൊക്കെ പറയുന്നുണ്ട്.
പിന്നെ പവർ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ രീതിയിൽ ഒരു ഹൈക്ക് ആകെ ലെവൽ തന്നെയായിരുന്നു. സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്പീഡും ഗെഞ്ചിറ്റ്സും ടാക്ടിക്കൽ തിങ്കിങ്ങുമായിട്ട് എടുക്കാം. വീക്ക്നെസ് എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി കുറവായിട്ട് കാണുന്നുണ്ട്. പിന്നെ മാങ്കയ്ക്കോ സ്റ്റാമിന ഡ്രെയിൻ അതുകൊണ്ട്. പിന്നെ വേറെ ഒന്നും നമുക്ക് അനിമെ കാണുമ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ ആരെയൊക്കെ ഡിഫീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ കാഗേസ്, മിക്ക കാഗേനെയും ആ ഒരു രീതിയിൽ, അതായത് ഒരു ഡയറക്റ്റ് എൻകൗണ്ടറിന് പോകാതെ തന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും മെൻ്റലി. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു സ്പിൻ ഓഫ് വരികയാണെങ്കിൽ ഒരു 6 പാത്ത് പവർ അല്ലാത്ത ഒരു ഒപ്പോണൻ്റ് ആണെങ്കിൽ വിത്തൗട്ട് പ്രിപ്പറേഷൻ കോട്ടോ അമുട്സുകാമി വെച്ചിട്ട് ഈ പറയുന്ന ഷിസുയിക്ക് അവിടെ ജയിക്കുവാൻ സാധിക്കും. ഇനിയിപ്പോൾ ഫൈനലി നമ്മുടെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇഫ് ഷിസുയി ഹാഡ് ലിവ്ഡ് ദ ഉച്ചിഹ ക്ലാൻ വുഡ് സ്റ്റിൽ എക്സിസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. ഇനി നമ്മൾ ഷിസുയുടെ ആ ഒരു കോട്ടോ അമട്സുകാമിയുടെ ഒരു സമ്മർ രൂപത്തിലുള്ള പവറോ നമ്മൾ പറഞ്ഞുള്ളൂ. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിലവിൽ നറൂട്ടോ അനിമയിൽ നിന്നും ഡാറ്റാ ബുക്കിൽ നിന്നും കിട്ടിയ വിവരങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. അതും കോട്ടോ അമട്സുകാമിയുടെ ആയിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. I told you long ago